എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 81 ഏകദേശം 82 കിലോമീറ്റർ ഓടി. ആ 82 കിലോമീറ്ററിൽ നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് വെച്ചാൽ ചിലപ്പോൾ പറഞ്ഞ വിശ്വസിക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. നമുക്ക് അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ യുവർ ഫിസ്. ഞാനിന്ന് നമ്മുടെ ഹുണ്ടായി എക്സ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം വണ്ടിയാണ്, യൂസർ ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം 1000 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചു. 1000 കിലോമീറ്റർ കഴിഞ്ഞു, സർവീസ് കഴിഞ്ഞു. 1000 കഴിഞ്ഞിപ്പം 1000 സംതിങ് കിലോമീറ്റർ ആയി. അത്രയും കിലോമീറ്റർ ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഒരു മിഡ് റേഞ്ച് ഫാമിലിക്ക് ഏകദേശം 8-8.25-9 റേഞ്ച് വരുന്ന പൈസക്കാണ് നമ്മൾ വണ്ടി എടുത്തത്. ആ ഒരു മിഡ് റേഞ്ച് ഫാമിലിക്ക് പറ്റിയൊരു വണ്ടിയാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു വേരിയൻറ്റിൽ ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്, പക്ഷേ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ചോയ്സാണ്. ഇതുപോലെ ഈ റേഞ്ചിൽ ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് അത്ഭുതം തോന്നിയതെന്ന് വെച്ചാൽ, നമുക്ക് പുറമേ കാണുമ്പോൾ ഒരു ചെറിയ ഒതുങ്ങിയ വണ്ടിയതുപോലെ അത് തോന്നുന്നത്, പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലോട്ട് പോകുമ്പം ഭയങ്കര ലെഗ് സ്പേസ് ആണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് നമ്മുടെ സീറ്റിങ്ങിൽ ഫ്രണ്ട് സീറ്റിൽ എനിക്ക് സൗകര്യത്തിനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സീറ്റ് ഇട്ടിരിക്കുന്നത്. ആ സീറ്റ് ഇട്ടിരിക്കുന്ന ശേഷം ഞാൻ പുറകിലോട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പേസ് എന്ന് വെച്ചാൽ, കണ്ടോ, ഇത്രയും സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഇതിൻ്റെ സ്പേസ് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാന്നേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് വെച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസാണ്. ബൂട്ട് സ്പേസ് എന്ന് വെച്ചാൽ, ബൂട്ട് സ്പേസും അത്യാവശ്യം എന്ന് വെച്ചാൽ ഏകദേശം നല്ല ബൂട്ട് സ്പേസും ഉണ്ട് ഈ വണ്ടിക്ക്. ഈ വേരിയൻ്റ് എന്ന് വെച്ചാൽ എസ് വേരിയൻ്റാണ്, അതായത് ഹുണ്ടായി എക്സ്റ്റർ എസ് വേരിയൻ്റാണ്. ഈ വേരിയൻറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് LED അല്ല, സാധാ ഹാലജൻ ബൾബാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ടയർ സൈസ്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ടയർ സൈസ് വൻ ശോകമാണ്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് വേരിയൻ്റ് തന്നെ 15 ഇഞ്ച് ടയറേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആ ടയർ വേണമെങ്കിൽ നമുക്ക് മാറാം. ഒരു അലോയ് എടുത്തിട്ട് കഴിഞ്ഞാൽ വണ്ടി അതുപോലെ ലുക്കാവും. ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ച് മാറും. അതെന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം ചെറിയൊരു മിനി റേഞ്ചർ ഓവർ എന്ന് നമുക്ക് ഈ വണ്ടിയെ നമുക്ക് വേണമെങ്കിൽ പറയാം. പലരും പറഞ്ഞു കേട്ടാണ് ഈ ബാക്കിൽ ആളുകൾ ഇരിക്കുമ്പോഴത്തേന് ഷോക്ക് താന്ന്, അല്ലെങ്കിൽ സസ്പെൻഷൻ താന്ന് പോയി ടയറിൻ്റെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. അതൊക്കെ വെറും ഫേക്കാണ്. നമ്മൾ കൺഫേമായിട്ട് മൂന്നാർ പോയി അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഇതിനകത്ത് മെയിൻ ഒരു കാര്യമുണ്ട്, ആരും ശ്രദ്ധിക്കാത്ത പോയൊരു കാര്യമുണ്ട്. നമ്മുടെ സാധാരണ വണ്ടികൾ ഓടിക്കുമ്പോഴത്തേന് മിററിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരാറ്. അപ്പം നമ്മുടെ വണ്ടിക്ക് അങ്ങനൊരു ഡാമേജ് ഇതുപോലെ ഒരു സംഭവം നടന്നപ്പോൾ ഉണ്ടായ സംഭവമാണ്. അതായത് ഇപ്പം നോക്കിക്കോ, കണ്ടോ, ഇതാണ് സംഭവം. നമ്മുടെ ആ ഒരു വണ്ടി ഏകദേശം വന്ന് മിറർ ഇടിക്കുവാണെങ്കിൽ ഈ മിറർ ഇങ്ങനെ ഇങ്ങോട്ട് ബാക്കിലോട്ട് മാറും. അപ്പം നമ്മുടെ മിററിന് വലിയ ഡാമേജ് ഒന്നും പറ്റത്തില്ല, മിറർ പോകത്തില്ല. ഗൈസ്, ഇതിനകത്ത് നമ്മൾ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല, നമ്മുടെ ഹുണ്ടായി നമ്മുടെ എക്സ്റ്ററിന് അതുപോലെ മൈലേജ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 81 ഏകദേശം 82 കിലോമീറ്റർ ഓടി. ആ 82 കിലോമീറ്ററിൽ നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് വെച്ചാൽ ചിലപ്പോൾ പറഞ്ഞ് വിശ്വസിക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. നമുക്ക് 21.4 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് തന്നെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് തന്നെ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത്. അത്രേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ളത്, ഞാൻ ഉപയോഗിച്ചതിൽ ഏകദേശം നല്ലൊരു, ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല വണ്ടിയാണ്. ഞാൻ പല വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല വണ്ടിയാണ് ഹുണ്ടായി എക്സ്റ്റർ. അതായത് അവർ പറയുന്നത് 2023 ഏറ്റവും മികച്ച വണ്ടി എന്നുള്ള രീതിയിലാണ് അവർ കമ്പനി അവകാശപ്പെടുന്നത്. അപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് നല്ല ഒരു എഫക്റ്റായ വണ്ടിയാണ്. അതായത് മിഡ് റേഞ്ച് ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. ഓക്കെ,
അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.